ഒരു 2 മണിക്ക് ശേഷമുള്ള വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം കുട്ടി ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വാഷ് ചെയ്ത ഡ്രസ്സുകളൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത ഡ്രസ്സ് വാഷ് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ വീടിൻ്റെ സൈഡിലാണ് ഇട്ടുണ്ടേ, പുറത്തിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുക, ടോട്ടലി ആകാശവും ക്ലൈമറ്റും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടിച്ചു വാരിയിട്ടു കേട്ടോ. അടിച്ചു വാരിടലും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതാ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കിന് എൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ കുട്ടി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് നീക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ ഉറങ്ങുക ചിലപ്പോൾ കുറച്ചൊക്കെ ലേറ്റ് ആവും, അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ എഴുന്നേൽക്കുമ്പോഴേക്ക് വേഗം ദോശയും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രാവിലെ ദോശയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മാവ് കുട്ടിക്ക് മാത്രമായിട്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെ ഒരു 3 ദോശയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം അവൾക്ക് ദോശ ചുട്ടു കൊടുത്തു കേട്ടോ. പിന്നെ നേരെ അവൾ ഉണർന്നിട്ട് അവൾക്ക് ദോശയും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും കാണിക്കാറ് അമൂലിൻ്റെ നെയ്യാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ആശീർവാദിൻ്റെ നെയ്യാണ്. കാരണം എന്താ വെച്ചാൽ അമൂലിൻ്റെ നെയ്യ് തന്നെയാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വാങ്ങാറ്. ഇപ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും കൂടെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് മാറ്റി വാങ്ങിയതാണ്. ഇതും കുഴപ്പമില്ല കേട്ടോ, നല്ല നെയ്യ് തന്നെയാണ്. അപ്പോൾ ഞാനങ്ങനെ ഒക്കെ കഴിഞ്ഞ് നേരെ മേല് കഴുകി വിളക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ.